ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. പെരിയ ശരത് ലാൽ കൃപേഷ് വധക്കേസുകളിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി. വിധിയിൽ തൃപ്തിയില്ലെന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. പൊട്ടിക്കരഞ്ഞ് ശരത് ലാലിന്റെ സഹോദരി. ഞങ്ങൾ തൃപ്തരല്ല, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാര് നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. പ്രതീക്ഷിത വധശിക്ഷയെന്ന് കൃപേഷിന്റെ ബന്ധുക്കൾ. ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. സ്മൃതി മണ്ഡപത്തിൽ വൈകാരിക നിമിഷങ്ങൾ. വിധി സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ. പ്രതികളെ രക്ഷിക്കാൻ സർവ്വമാർഗവും ഉപയോഗിച്ച സർക്കാർ ശ്രമം പരാജയപ്പെട്ടുവെന്ന് KC വേണുഗോപാൽ. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്ന് VD സതീശൻ. വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഷർട്ടിട്ട് തൊഴിൽ വിവാദത്തിൽ സ്വാമി സച്ചിദാനന്ദയ്ക്കെതിരെ വെള്ളാപ്പള്ളി. ഷർട്ട് പരാമർശം പ്രമാണിയാകാൻ നടത്തിയതെന്നും കാര്യപ്പെട്ടതല്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി. ഷർട്ടിട്ട് തൊഴിൽ വിവാദത്തിൽ NSSനെ തുണച്ചും ശിവഗിരിയെ തള്ളിയും അഭിപ്രായം പറഞ്ഞൊപ്പിച്ച് ചെന്നിത്തല. കാലാനുസൃത പരിഷ്കാരം വേണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ്. സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലയിലെത്തി. വൈകിട്ട് കലോത്സവ നഗരിയിലെത്തും. കലവറയിൽ പാല് കാച്ചി മത്സരാർത്ഥികളും തലസ്ഥാനത്ത്. ഇനി തിരുവനന്തപുരത്തിന് കലോത്സവ നാളുകൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. UDF-ലെത്താനുള്ള PV അൻവറിന്റെ ജനകീയ യാത്രയ്ക്ക് തുടക്കത്തിലെ തടസ്സം. ഉദ്ഘാടനം ചെയ്യാൻ DCC അധ്യക്ഷൻ എത്തിയില്ല. ജാഥയിൽ കോൺഗ്രസ് ലീഗ് നേതാക്കൾ പങ്കെടുക്കേണ്ടെന്ന തീരുമാനം. UDF നേതാക്കൾ വരാത്തത് തിരിച്ചടിയല്ലെന്ന് അൻവർ ന്യൂസ് 18നോട്. പുകവലിയെ ന്യായീകരിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് മന്ത്രി സജി ചെറിയാൻ. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്ന് ചോദിച്ചു മന്ത്രി. ജയിൽവാസത്തിനിടെ പുകവലിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തലും പരാമർശങ്ങൾ U പ്രതിഭയുടെ മകനെതിരെ കേസെടുത്തതിൽ. സിഡ്നിയിലും പച്ച പിടിക്കാതെ ഇന്ത്യൻ ബാറ്റിംഗ് നിര. 5ാം ടെസ്റ്റിലും 1ാം ഇന്നിംഗ്സ് തകർച്ച. 185-ന് പുറത്തായി. ഓസീസിനും വിക്കറ്റ് നഷ്ടത്തോടെ തുടക്കം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം. CBI കോടതിയാണ് വിധിച്ചത്. മുൻ MLA കുഞ്ഞിരാമൻ അടക്കം മറ്റ് പ്രതികൾക്ക് 5 വർഷം തടവും കോടതി ശിക്ഷിച്ചു. വിധിയിൽ തൃപ്തരല്ലെന്ന് കുടുംബം പ്രതികരിച്ചു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളും 10-15 പ്രതികളുമാണ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടത്. മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഉദുമ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ അടക്കം മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷിച്ചു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെന്റ് കിട്ടാൻ പറ്റുന്നത്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. പരമാവധി ശിക്ഷ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. ഞങ്ങൾ തൃപ്തരല്ല, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാര് നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന മനസ്സിലാവൂ.
കേസിൽ ഉൾപ്പെട്ടിരുന്ന 24 പ്രതികളിൽ 10 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. രാവിലെ വിധി പറയുന്നതിന് തൊട്ടുമുമ്പ് കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 13 പേർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടനക്കേസിൽ പോലും ജീവപര്യന്തമാണ് വിധിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കോടതി വിധിക്കെതിരെ പ്രതിഭാഗവും അപ്പീൽ പോകും. അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. വൈകാതെ നടപടിയിലേക്ക് പോകും. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും കോടതി വളപ്പിൽ തടിച്ചുകൂടി. ന്യൂസ് 18 കൊച്ചി. പൊട്ടിക്കരഞ്ഞാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ വിധി കേട്ടത്. ഇരുവരുടെയും ബന്ധുക്കളെയും കോൺഗ്രസ് പ്രവർത്തകരെയും കൊണ്ടു നിറഞ്ഞ കല്യോട്ടെ സ്മൃതി മണ്ഡപം വൈകാരിക രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇരട്ട ജീവൻ ഈ 14 പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ ഉണ്ടായത്. അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവബന്ധനം വന്ന് ഇരട്ട ജീവബന്ധനം കിട്ടിയെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇത് ജീവബന്ധനം വെച്ചാൽ ഈ പ്രതികളൊക്കെ കുറ്റം ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കാമെന്നാണ് ഞങ്ങൾ കോടതിയോട് ബഹുമാനപ്പെട്ട കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. അത് കിട്ടിയില്ല. ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇരട്ട ജീവബന്ധനം അത് വെച്ചാൽ കുറച്ച് കൂടിയതാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയോട് പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് നമ്മൾ സന്തോഷമാണ്. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ്. ഇപ്പോഴും നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന മനസ്സിലാവൂ. അപ്പോൾ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. പ്രതികളെ എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. വൈകാതെ നടപടിയിലേക്ക് പോകും. അവരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അങ്ങനെ എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്. നടപടികളാണ്. വിധിയെ കോൺഗ്രസ് നേതാക്കൾ സ്വാഗതം ചെയ്തു. എല്ലാ മാർഗവും ഉപയോഗിച്ച് പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക തിരിച്ചടയ്ക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിധിയാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. ഈ വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് അവർ കൊലപാതകികളാണെന്ന്. ആ കൊലപാതകർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുക തിരിച്ചടക്കാൻ തയ്യാറാകണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു.
CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും, എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും. കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിധി പഠിച്ച ശേഷം തുടർ നടപടികളെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. ഞാൻ ഈ കേസിന്റെ വിധിയും ജഡ്ജ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചതിന് ശേഷമേ ഞാൻ പ്രതികരിക്കുന്നുള്ളൂ. അതെ, സ്വാഭാവികമല്ലേ, സ്വാഭാവികമാണ്. അദ്ദേഹം അതിനകത്ത് നേരത്തെ പ്രതിയാണ്, ആരും പ്രതി ആക്കിയൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലായിട്ട് പ്രതി ആയ ആളാണ്. ഞങ്ങൾക്കിപ്പോൾ അതൊന്നുമല്ല വിഷയം. ഇപ്പോൾ അണ്ടർ വാട്ട് ഗ്രൗണ്ട് ഈ ശിക്ഷ എങ്ങനെ ഏതൊക്കെ രീതിയിലേക്കുള്ളതാണ് എന്ന് അറിയണമെങ്കിൽ അതൊന്ന് എന്റെ വക്കീൽ വരുന്നു ഡിസ്കസ് ചെയ്തിട്ട് ഞാനത് പറയാൻ പറ്റുള്ളൂ. അതെ, പങ്ക് അത് അവരങ്ങനെയല്ലാണ്ട് പിന്നെ പറയോ? അവര് നമ്മള് പിന്നെ വെട്ടിക്കൊന്നിരുന്ന് പറയോ? ഇല്ലല്ലോ, അങ്ങനെ ആരും പറയില്ലല്ലോ. നിശ്ചയമായും മറ്റേത് കേസിനേക്കാൾ ഏറെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഞാനത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ ഇരട്ട ആദ്യത്തെ സംഭവമല്ലേ, ഇതുപോലൊരു പൊതു കേസിന്റെ അകത്ത് എങ്ങനെ ഇതുവരെ ഒരു കേസിന്റെ അകത്തും അങ്ങനെ വിധി വന്നിട്ടില്ല. ദിസ് ദ ഫസ്റ്റ് ടൈം. അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, ആ കേസിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാനും പഠിക്കണമെന്ന് പറയുന്നത്. ഇരട്ട ജീവപര്യന്തത്തിൽ തൃപ്തിയുണ്ടെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. 4 പ്രതികൾ ഉന്നതന്മാരാണ്. ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടായി. ഈ കേസിന്റെ വിചാരണ പൂർത്തിയായി. 14 പ്രതികൾ 24 പ്രതികളിൽ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി. അവരുടെ ശിക്ഷ കൂട്ടാനായി ഞങ്ങൾ എൻഹാൻസ്മെന്റ് അപ്പീൽ കൊടുക്കും. ഈ 4 പേരുടെ ശിക്ഷ കുറഞ്ഞുപോയി. ഇവർക്ക് 5 വർഷം പോരാ, ഇവർക്ക് 12 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ചെയ്ത്. CPMന് തിരിച്ചടിയെന്ന് ഷാഫി പറമ്പിൽ MPയും പ്രതികരിച്ചു. ഒരു തരത്തിലുള്ള സഹതാപം അർഹിക്കാത്ത പ്രതികളും അർഹിക്കാത്ത കൃത്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മലയാളികളും ആഗ്രഹിച്ചത്. ഇരട്ട ജീവപര്യന്തം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത്. ഭരണകൂടം ഏത് കൊലയാളി ഏത് എന്ന് തിരിച്ചറിയാത്ത കേസാണ് പെരിയ കേസെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. CPMൻ്റേതല്ലാത്തൊരു കൊടി പിടിച്ചു എന്നതാണ്, അല്ലെങ്കിൽ CPMൻ്റേതല്ലാത്തൊരു കൊടി നാട്ടി എന്നുള്ളതാണ്. ഒരു നാട്ടിൽ CPMൻ്റെ പേരിലല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. പൊതുപ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലായാലും CPMൻ്റെ കോടതി വിധിച്ചൊരു ശിക്ഷ, ആ ശിക്ഷയുടെ ഉത്തരവാദികളായ ആളുകൾക്ക് കിട്ടേണ്ടുന്നൊരു പരമാവധി ശിക്ഷ കിട്ടിയെന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായി പറയുവാൻ കഴിയുന്നില്ല. ആ അമ്മമാരുടെ ഒരു മകൻ്റെ സ്ഥാനത്തെന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് വധശിക്ഷ തന്നെയാണ്. കാരണം ഇത് അപൂർവമായി പരിഗണിക്കപ്പെടേണ്ടതും ഇനി ഉണ്ടാകാൻ പാടില്ലാത്തതും. നമ്മുടെ ആകെയുള്ള പ്രതീക്ഷ ബഹുമാനപ്പെട്ട കോടതികളാണ്. ഈ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ കേസിൻ്റെ പ്രത്യേകത കൊലപാതകി ഏതാണ്, സർക്കാർ ഏതാണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു കേസാണ്. അത്രമാത്രം ഇൻവോൾവ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ അടക്കമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനൊരു കേസിനകത്ത് നമ്മുടെ ആകെ പ്രതീക്ഷയായ കോടതി, ആ കോടതിയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണ്ടേ? എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ ആളുണ്ടെന്ന അഹങ്കാരമാണ് CPMനെന്നും ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അപ്പീലടക്കമുള്ള തുടർ നടപടികൾ കുടുംബവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വിധി പഠിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം നേരത്തെ വന്നത്. ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഷർട്ട് വിഷയത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയ്ക്ക് എതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വാമി സച്ചിദാനന്ദ യോഗത്തിൽ പ്രമാണിയാകാൻ പറഞ്ഞതാണെന്നും അതിൽ കാര്യമില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ശിവഗിരി മഠവും NSSും തമ്മിൽ തർക്കമുണ്ടായാൽ സ്വാഭാവികമായും മഠത്തിന്റെ പക്ഷം നിൽക്കേണ്ടയാളാണ് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി. എന്നാൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. പ്രത്യേകിച്ച്
ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു പ്രഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. സ്വാമി സച്ചിദാനന്ദയെ അയാളെന്ന് ജി സുകുമാരൻ നായർ വിശേഷിപ്പിച്ച അടക്കമുള്ള വിഷയങ്ങളിലും പ്രതികരിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതോടെ പ്രശ്നം അവസാനിച്ചു എന്ന മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. SNDPക്ക് ഒന്നും തോന്നിട്ടില്ല. മഴക്കാരെന്ന് പറഞ്ഞ് അതിന് മറുപടി സുകുമാരൻ നായർ പറഞ്ഞു. അതിന് മറുപടി മഠവും പറഞ്ഞു. SNDPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല. അതിനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് SNDP തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു മൊത്തം വാർത്തയല്ല, അത് ഞങ്ങളുടെ അമ്പലങ്ങളിലാണ്. BJPയും CPMഉം നേർക്കുനേർ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട സനാതന ധർമ്മ വിവാദത്തിലും സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു വെള്ളാപ്പള്ളി. എനിക്ക് അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു പണ്ഡിതല്ല. കൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന ഒച്ച വരുന്നതാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യും. ഈ പാവം പിടിച്ച ഒരു സമുദായത്തിൻ്റെ നേതാവിനോട് ചോദിച്ചു ഒരു കാര്യം, അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും. വെള്ളാപ്പള്ളിയുടെ നിലപാടിൽ ശിവഗിരി മഠത്തിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഷർട്ട് വിവാദത്തിൽ NSS നിലപാടിനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും K മുരളീധരനും. ശിവഗിരി മഠം NSS തർക്കത്തിൽ ഇരുവിഭാഗത്തെയും പരാമർശിക്കാതെ ആയിരുന്നു ഇരുവരുടെയും പ്രതികരണം. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ കയറാൻ ഉടുപ്പ് കൂടണമെന്ന നിബന്ധനയിൽ കാലാനുസൃത പരിഷ്കാരം വേണമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത്. ശബരിമലയിൽ എല്ലാവർക്കും കയറാം, ഷർട്ട് മുണ്ടിവിടാം. അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റു ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ്. അദ്ദേഹം ഒന്ന് ആലോചിക്കാവുന്നതാണെന്ന് പറഞ്ഞുള്ളൂ. നിഷ്കർഷിക്കുകയോ നിർദ്ദേശിക്കുകയോ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലഭേദങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടും. പക്ഷെ അത് ഒരു ആരോഗ്യപരമായ സംവേദനത്തിലൂടെയും ചർച്ചയിലൂടെയും ആയിരിക്കും. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനെന്ന സുകുമാരൻ നായർ പറഞ്ഞത് കടന്നുപോയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പുത്രൻ അച്ഛനു വേണ്ടി മാത്രമല്ലേ പ്രവർത്തിക്കൂ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. 11 കൊല്ലം പുറത്തു നിർത്തി, ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അകത്തൊരു അസരയിരുത്തി. മാത്രമല്ല NSSന്റെ പുത്രനാണെന്നല്ലേ പറഞ്ഞത്. കടന്നുപോയെന്ന് എനിക്ക് തോന്നിയില്ലേ? NSSന്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയത് അങ്ങനെ ഒരു NSSന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. അച്ഛനു വേണ്ടിയല്ലേ മാം പ്രവർത്തിക്കുള്ളൂ. സംസ്ഥാന BJPയിൽ കലാപം ഒടുങ്ങുന്നില്ല. സംസ്ഥാന വരണാധികാരി നാരായണൻ നമ്പൂതിരിക്കെതിരെ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് കാണിച്ചാണ് പരാതി നൽകിയത്. നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രവർത്തകർ തടഞ്ഞുവച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിലെ തർക്കമാണ് നിലവിലെ പോരിന് കാരണം. പല ജില്ലകളിലും മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുവെന്നാണ് പ്രധാന പരാതി. പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്ന തീരുമാനം ഇഷ്ടക്കാരെ തിരുകിക്കയറ്റാനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കമാണെന്നാണ് എതിർചേരി ആരോപിക്കുന്നത്. സജീവ പ്രവർത്തകർക്ക് മത്സരിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടിയെന്നും കൃഷ്ണദാസ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. വരണാധികാരിയായ നാരായണൻ നമ്പൂതിരിക്കെതിരെ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നേതാക്കൾ തടഞ്ഞുവച്ചിരുന്നു. ഏകപക്ഷീയമാണ് തെരഞ്ഞെടുപ്പ് നടപടികളെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കേന്ദ്ര നിരീക്ഷകൻ നേരത്തെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ K സുരേന്ദ്രൻ വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് അയക്കുമെന്ന സൂചനയുണ്ടായതിനെ തുടർന്ന് കൃഷ്ണദാസ് വിഭാഗം ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പുകവലിയെ ന്യായീകരിച്ചും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയും മന്ത്രി സജി ചെറിയാൻ. കൂടിയിരുന്ന് പുകവലിച്ചതിന്റെ പേരിൽ കുട്ടികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. പുകവലിക്കുന്നത് മഹാപരാധമാണോ? ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു. ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളായിരുന്നു MD വാസുദേവൻ നായർ. പ്രതിഭ MLAയുടെ മകനും കൂട്ടുകാർക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്ത എക്സൈസ് വകുപ്പിന്റെ നടപടിക്കെതിരെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കുട്ടികൾ കൂട്ടുകൂടത്തില്ലേ? ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതാണ്. വല്ലപ്പോഴും റിസൾട്ട് പേടിയൊന്നും പറയും. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്.
MT വാസു എന്നാലും വീഡിയോ വലിക്കുമായിരുന്നു, കെട്ടുകണക്കിന് വേണ്ടി മരിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചെറുക്കാൻ ശീലമാണ്. പുകവലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ലാതെ ഇങ്ങോട്ട് വന്നത്. ഈ ഇരിക്കുന്നവരെ ഓരോരുത്തർ അവരോട് കാണിച്ച പണിയെ കൂട്ടി വെച്ചാൽ എത്ര പുത്ത് എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പം ഒരു പോ വലിച്ച, അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. പ്രതിഭാകരയുടെ മോൻ ഇങ്ങനൊരു കാര്യത്തിൽ കൂട്ടിക്കൂടി നിന്നു. അതിന് പ്രതിഭാകരി എന്തുവാ? ഒരു സ്ത്രീയല്ലേ, ഇനി ആ പരിഗണന കൊടുക്കണ്ടേ? കായംകുളത്ത് പ്രതിഭ MLAയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മകനെതിരായ കഞ്ചാവ് കേസിന് പിന്നാലെ സമൂഹമാധ്യമം വഴി MLA അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ശബരിമലയിൽ വരുമാനത്തിലും ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വൻ വർധനവ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 82 കോടി രൂപയുടെ അധിക വരുമാനം ഇത്തവണയുണ്ടായി. മണ്ഡലകാലത്ത് 297 കോടി രൂപയാണ് ശബരിമലയിലെ വരുമാനം. മണ്ഡലകാലത്തെ കണക്കുകളാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. 32,49,756 ഭക്തരാണ് 41 ദിവസം സന്നിധാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 28 ലക്ഷം ഭക്തരാണ് ഇക്കാലയളവിൽ എത്തിയത്. 4 ലക്ഷം പേരുടെ വർധനവ്. ഇവിടെ എത്തിയ ഭക്തരുടെ ആകെ എണ്ണം 32,49,756 ആണ്. വരുമാനത്തിൽ 82,23,79,781 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ വർഷം 214 കോടി രൂപയായിരുന്നത് ഇത്തവണ 297 കോടി രൂപയായി ആകെ വരുമാനം വർദ്ധിച്ചു. വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ വർധനവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 82 കോടി രൂപയുടെ വരുമാനമാണ്. 82 കോടി രൂപയുടെ വരുമാനമാണ് അധികമായി വന്നിരിക്കുന്നത്. കാണിക്ക ഇനത്തിൽ 13 കോടി രൂപയുടെ വർധനവുണ്ട്. അരവണ, അപ്പം ഉൾപ്പെടെയുള്ള പ്രസാദങ്ങളുടെ വിൽപ്പനയിലൂടെ വരുമാനം കൂടി. കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ വരവും കൂടിയിട്ടുണ്ട്. മകരവിളക്ക് സീസൺ കൂടി കണക്കിലെടുക്കുമ്പോൾ വരുമാനം റെക്കോർഡ് പിന്നിടാനാണ് സാധ്യത. ന്യൂസ് 18 സന്നിധാനം. തലസ്ഥാനത്തിന് ഇനി ഉത്സവ നാളുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ആദ്യ ബാച്ചിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. നിരവധി പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്വർണ്ണക്കപ്പ് രാവിലെ ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ സ്വീകരിച്ചു. വൈകിട്ടോടെ ഘോഷയാത്ര കലോത്സവ നഗരിയിലെത്തും. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഇപ്പോൾ ആവേശകരമായ ഒരു കലോത്സവ കാലത്തിലേക്കാണ് കടന്നു പോകുന്നത്. തയ്യാറെടുപ്പുകൾ എവിടെ വരെയായി? എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? രാജ്യത്തെ വളരെ ആവേശത്തോടെയാണ് തലസ്ഥാനം ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, MT ഓർക്കാതെ ഒരു കലോത്സവമില്ല ഇത്തവണ. അപ്പോൾ MTയുടെ പേരിൽ, നിലയുടെ പേരിലാണ് പ്രധാന വേദി. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നാളത്തെ പ്രാക്ടീസിനുള്ള ഒരുക്കത്തിലാണ്. അവിടെ ഓപ്പണിംഗ് ഡാൻസിനുള്ള പ്രാക്ടീസിന് വേണ്ടി കുട്ടികൾ എത്തിക്കഴിഞ്ഞു. അതിന്റെ അനൗൺസ്മെന്റ് ഇപ്പോൾ പ്രാക്ടീസ് നടക്കുന്നു. അങ്ങനെ ഏറ്റവും ആവേശത്തിൽ അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ തലസ്ഥാനമുള്ളത്. നേരത്തെ തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുള്ള കുട്ടികൾ അല്പസമയം മുമ്പാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവരുടെ ആവേശകരമായ ഒരു സ്വീകരണം വിദ്യാർത്ഥികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത്രക്കും ഗംഭീരമായ ഒരു സ്വീകരണമായിരുന്നു അവർക്ക് ഒരുക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ, മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവരെത്തി വിദ്യാർത്ഥികൾക്ക് മാലയിട്ടു. അതുപോലെ മധുരം വിതരണം ചെയ്ത് അങ്ങനെ ഗംഭീരമായി അവർ സ്വീകരിച്ചു. ചെണ്ടമേള ഉൾപ്പെടെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വന്നിറങ്ങിയപ്പോൾ മുതൽ, ആദ്യ ബാച്ച് വന്നിറങ്ങിയപ്പോൾ മുതൽ ആ ഒരു ആവേശം
അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരാഴ്ച നീണ്ട വലിയ 5 ദിവസം വലിയ രീതിയിലുള്ള ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കലാമണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ സ്റ്റേജിന്റെ പുറകുവശത്തുണ്ട്. അവർ ഈ നാളത്തെ ഓപ്പണിംഗ് ഡാൻസിനുള്ള പ്രാക്ടീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവസാനഘട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അവസാന ഘട്ടത്തിലാണ്. എന്തായാലും നാളെ വിദ്യാഭ്യാസ മന്ത്രി പതാക ഉയർത്തുന്നതോടുകൂടി ഔദ്യോഗികമായ തുടക്കമാവും. പിന്നീട് 10 മണിക്ക് ശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ അവസാനഘട്ട ഒരുക്കത്തിലാണ്, വലിയ ആവേശത്തിലാണ്. നമുക്കറിയാം ഈ വിദ്യാർത്ഥികൾ ആദ്യ ബാച്ച് വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ണൂരും കോഴിക്കോടും ആയിരുന്നു. അതിന്റെ ഒരു ആവേശം പ്രത്യേകിച്ച് എടുത്തു പറയണം. കഴിഞ്ഞ തവണ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ്, അതുപോലെ അവസാന ഘട്ടത്തിലാണ് കണ്ണൂർ കപ്പ് കൊണ്ടുപോയത്. അപ്പോൾ ആ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് കണ്ണൂരും അത് തിരിച്ചു പിടിക്കുന്നു കോഴിക്കോടും. അത്രയും ആവേശമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഈ തലസ്ഥാനത്ത് ഇനി 5 ദിവസം നമുക്ക് കാണാം. നാളെ രാവിലെ തന്നെ പതാക ഉയർത്തലോടുകൂടി ഔദ്യോഗികമായ ഒരു തുടക്കമാകും. ഒപ്പം തന്നെ വലിയ ആവേശത്തിലാണ്. ആ ഒരു ആവേശം ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. രഞ്ജിത്ത്, ഷംന, അപ്പം ഈ വൈകുന്നേരത്തേക്ക് ഇവിടെ എത്തും. ഘോഷയാത്ര അടക്കമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മത്സരങ്ങൾ നാളെ മുതലാണല്ലോ. പ്രധാന സ്റ്റേജുകൾ നമുക്കറിയാം നദികളുടെ പേരിലാണ്. അതിലേറ്റവും പ്രധാനം MT വാസുദേവൻ നായരുടെ പേരിൽ നിള എന്ന പേരിലാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത്. ക്രമീകരണങ്ങൾ തലസ്ഥാന നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ അടക്കമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനത്തിലായോ? തീർച്ചയായും രഞ്ജിത്ത്, അന്തിമഘട്ടത്തിൽ തന്നെയാണ്. അല്പസമയത്തിനകം സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്ത് ഏറ്റുവാങ്ങും. വലിയ ആഘോഷത്തോടുകൂടി തന്നെ ഏറ്റുവാങ്ങും. അല്പസമയത്തിനകം തന്നെ ആ സ്വർണ്ണക്കപ്പ് എത്തുന്നതാണ്. ഒപ്പം തന്നെ ഈ ഗതാഗത നിയന്ത്രണം, പ്രത്യേകിച്ച് കിഴക്കേക്കോട്ട ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത നിയന്ത്രണമുണ്ട്. അതൊക്കെ അവസാന ഘട്ടത്തിലാണ്. നാളെ ഈ ബസ്സുകൾക്ക്, സ്വകാര്യ ബസ്സുകൾക്കും KSRTC ബസ്സുകൾക്കും ഉൾപ്പെടെ അവിടെ ഈ കിഴക്കേക്കോട്ട ഭാഗത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. അത്തരത്തിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണം അതൊക്കെ സജ്ജമാണ്. നമുക്കറിയാം 25 വേദികളിലായി 12,000-ഓളം കുട്ടികളാണ് നാളെ മുതൽ ഈ തലസ്ഥാന നഗരിയിൽ അവരുടെ ആഘോഷമാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ ആഘോഷങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ വേദികളുടെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ നമുക്കറിയാം ഇത്തവണ പ്രധാന നദികളുടെ പേരിൽ അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ പ്രധാന വേദി തന്നെയാണ്. കാരണം MTയെ ഓർക്കാതെ, ആ സാഹിത്യകാരനെ ഓർക്കാതെ ഇത്തവണ നമുക്ക് കലോത്സവം ഇല്ല. അതുകൊണ്ട് തന്നെ പ്രധാന വേദിക്ക് MT നീള എന്നാണ് പേരിട്ടിട്ടുള്ളത്. അതുപോലെ ആ വേദിക്ക് ഉൾപ്പെടെ എല്ലാ പ്രത്യേകതകളും ഇത്തവണയുണ്ട്. ഒപ്പം തന്നെ പഴയടത്തിന്റെ സമയമാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,230, പവൻ 57,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,995, പവന് 47,960. വെള്ളി 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ആരുണ്ടിവിടെ ചോദിക്കാം, കാണാം.